വ്യക്തിവികാസമാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം എന്നത് കേവലം വിവരശേഖരണമല്ല, പാവനമായ വ്യക്തിവികാസമാകണം വിദ്യാഭ്യാസം. വൈവിധ്യങ്ങളുള്ള ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. വാസ്തവത്തിൽ വൈവിധ്യങ്ങൾ ഈ ഭൂമിയിലെ ജീവിതത്തെ കൂടുതൽ സുന്ദരമാക്കുകയാണ്. വൈവിധ്യങ്ങളെ അഭിനന്ദിക്കുകയും ആസ്വദിക്കുകയും ആഘോഷിക്കുകയുമാണ് വേണ്ടത്. വൈവിധ്യങ്ങളെ സഹിക്കണം എന്ന മനോഭാവം ശരിയല്ല. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെയാണ് നാം സഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ സഹിക്കുന്നത്. മനസ്സിൽ തടസ്സം സൃഷ്ടിക്കരുത്. തടസ്സത്തിന്റെ ഭിത്തി സൃഷ്ടിച്ച് ഇത് ജൂതന്റേതാണ്, ഇത് ഹിന്ദുവിൻ്റേതാണ്, ഇത് ബുദ്ധമതക്കാരുടേതാണ് എന്ന ചിന്താഗതിയിലൂടെ നാം മുൻവിധികളിൽ ധാരണകളിലെത്തിക്കുന്നു. സത്യത്തിൽ നിന്ന് അകന്നു മാറുന്നു. സമാധാനം നഷ്ടപ്പെടുന്നു. സമ്മർദ്ദം വളരുന്നു. ഞങ്ങൾ മാത്രമാണ് സ്വർഗത്തിന്റെ താക്കോൽ സൂക്ഷിപ്പുകാർ, മറ്റുള്ളവരെല്ലാം നരകത്തിലേക്കാണ് പോകുന്നത് എന്ന് ലോകത്തിലെ ഒരു ചെറിയ വിഭാഗമെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ അവർ മറ്റുള്ളവർക്ക് നരകം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. വിവിധ മതങ്ങളെക്കുറിച്ച് ശരിയായ അറിവ് നൽകുന്ന, പാരസ്പര്യം നൽകുന്ന, സംസ്കാരം നൽകുന്ന വിദ്യാഭ്യാസമാണ് ഇന്നത്തെ ആവശ്യം. ഇതിന് കൂട്ടുത്തരവാദിത്തമാണ് വേണ്ടത്. സമയം ഒരു പ്രധാന ഘടകം. നമുക്ക് ഓരോരുത്തർക്കും ദിവസവും 24 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ഗുമസ്തനായാലും പ്രധാനമന്ത്രിയായാലും 24 മണിക്കൂർ മാത്രം. ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഒരുപാട്. സമയമോ ക്ലിപ്തം. അപ്പോൾ മാനസിക സമ്മർദ്ദം വരും. തെരഞ്ഞെടുക്കാൻ ഒന്നു മാത്രമേയുള്ളൂ: ഊർജനില ഉയർത്തുക എന്നതാണത്. ഊർജനില ഉയർത്താൻ പൗരാണിക കാലം മുതൽ സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു. അവയൊക്കെ സംരക്ഷിതമായി സൂക്ഷിച്ചിരുന്ന രഹസ്യങ്ങളാണ്. ഈ വിദ്യകൾ രാജകീയം. രാജകുമാരന്മാരും ശേഷിയും അറിവുമുള്ള ആളുകളും ഈ വിദ്യയുടെ നേട്ടങ്ങൾ ആർജിച്ചു. എന്നാൽ ഇന്ന് ധ്യാനവും പ്രാണായാമവും ഉൾപ്പെടെ ഈ രാജവിദ്യ എല്ലാവർക്കും പകർന്നു നൽകണമെന്ന് നാം ചിന്തിക്കുന്നു. നോക്കൂ, വിദ്യാലയങ്ങളിൽ നാം ഇത് പഠിപ്പിക്കുന്നുണ്ടോ? നമ്മുടെ വികാരങ്ങളെ കൈകാര്യം ചെയ്യാൻ, മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് മുക്തമാകാൻ ഈ വിദ്യ സഹായമാകുമെന്ന് പഠിപ്പിച്ച് തരുന്നുണ്ടോ? ദേഷ്യത്തിൽ നിന്ന് മുക്തി, മാനസിക ശുചിത്വം, സമാധാനത്തിന്റെ പ്രാധാന്യം, ഇവയെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാൻ ആരാണുള്ളത്? സമാധാന ലംഘനവും വീട് കയറി ആക്രമണവുമൊക്കെ പൗരുഷത്തോട് ചേർത്ത് വെച്ച് കാണുകയാണ്. അതേസമയം സമാധാനത്തെ അഭിമാനമായി കാണുന്നുമില്ല. ഈ പ്രവണത മാറ്റണം. സ്നേഹത്തോടും സമാധാനത്തോടുമൊപ്പമാവണം പൗരുഷത്തെ ബന്ധിപ്പിക്കേണ്ടത്. അക്രമവും ബലാത്കാരവും കാട്ടുന്നതിലല്ല നമ്മുടെ കരുത്ത്. സമാധാനമാകണം നമ്മുടെ പ്രതാപത്തിന്റെ അടയാളം. പുറം ലോകത്തെ ഗ്രഹിക്കാനുള്ള നമ്മുടെ ശേഷിയും ശേഷിയില്ലായ്മയും, സ്വയം പ്രകാശിപ്പിക്കാനുള്ള കഴിവും കഴിവില്ലായ്മയും നമ്മുടെ മാനസിക സമ്മർദ്ദ നിലയെ പ്രധാനമായി ബാധിക്കുന്ന 2 ഘടകങ്ങളാണ്. പിരിമുറുക്കങ്ങൾ നമ്മുടെ ഊർജത്തെ കുറയ്ക്കുന്നു. പ്രാണായാമ ധ്യാനങ്ങളിലൂടെ മാത്രമേ വ്യാകുലതകളെ ഇല്ലാതാക്കാൻ കഴിയൂ. ഇത് നാം ലോകത്തിന് പകർന്നു നൽകണം.